Feels like love. Cupid made a shot straight into my heart. Now I'm falling fast in my world. KineMaster ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിന് വേണ്ടി ക്രിയേറ്റ് ന്യൂ എന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. മീഡിയ ബ്രൗസറിലെ നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയ്ക്ക് വേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യുക. പാൻ ആൻഡ് സൂം ഇവിടെ ക്ലിക്ക് ചെയ്യുക. സ്ക്രീനിൽ നിന്നും ഈ ഇമേജ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ എൻലാർജ് ചെയ്ത് വെക്കുക. ഇമേജ് വേണ്ട രീതിയിൽ വെച്ച് കഴിഞ്ഞുവെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. പാൻ ആൻഡ് സൂം ക്ലോസ് ചെയ്യാം. അഡ്ജസ്റ്റ്മെന്റിൽ ക്ലിക്ക് ചെയ്യുക. സാച്ചുറേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് സാച്ചുറേഷൻ മാക്സിമം കുറയ്ക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇമേജിന്റെ ബ്രൈറ്റ്നസ് ഒരല്പം കുറയ്ക്കുക. ലെയർ ഓപ്ഷനിൽ നിന്നും എഫക്റ്റ് സെലക്ട് ചെയ്യുക. ബേസിക് എഫക്റ്റ് സെലക്ട് ചെയ്യുക. ഗൗസിയൻ ബ്ലർ സെലക്ട് ചെയ്യുക. സ്ക്രീനിൽ നിന്നും ഈ മാസ്ക് ബാക്ക്ഗ്രൗണ്ട് മറയുന്ന രീതിയിൽ എൻലാർജ് ചെയ്ത് വെക്കുക. പ്രോപ്പർട്ടീസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ബ്ലർ സ്ട്രെങ്ത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ടെംപ്ലേറ്റ് ഫോൾഡറിൽ നിന്നും പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഇപ്പോൾ ടെംപ്ലേറ്റ് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ടെംപ്ലേറ്റ് ഫോൾഡറിൽ നിന്നും ഗ്രീൻ സ്ക്രീൻ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫങ്ഷൻസ് എനേബിൾ ചെയ്യുക. കീ കളർ ഇവിടെ ക്ലിക്ക് ചെയ്ത് സ്ക്രീനിലെ ബ്ലൂ കളർ തന്നെയാണ് ഇവിടെയും ഉള്ളതെന്ന് ഉറപ്പുവരുത്തുക. ഈ രണ്ട് കീകളിലെയും പെർസെന്റേജസിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി സ്ക്രീനിൽ നിന്നും ബ്ലൂ കളർ പൂർണ്ണമായും ഇല്ലാതെ ആക്കുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ വീഡിയോയ്ക്ക് വേണ്ട ലെവലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഒരുപോലെ തന്നെ ആയിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. എഡിറ്റിംഗിന്റെ ആദ്യ ഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് എക്സ്പോർട്ട് ചെയ്യിക്കുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് വീഡിയോ കൊടുക്കുക. എക്സ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. പ്രോജക്റ്റിലേക്ക് തിരികെ എത്താം. ഇവിടെയുള്ള എല്ലാ ലെയറുകളും ഒന്നൊന്നായി ഡിലീറ്റ് ചെയ്യുക. മീഡിയ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇമേജ് അസറ്റ്സിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. KineMaster ഫോൾഡറിൽ നിന്നും ഇപ്പോൾ നാം എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫങ്ഷൻസ് എനേബിൾ ചെയ്യുക. കീ കളർ ഇവിടെ ക്ലിക്ക് ചെയ്ത് സ്ക്രീനിലെ ഗ്രീൻ കളർ തന്നെയാണ് ഇവിടെയും ഉള്ളതെന്ന് ഉറപ്പുവരുത്തുക. ഈ രണ്ട് കീകളിലെയും പെർസെന്റേജസിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി സ്ക്രീനിൽ നിന്നും ഗ്രീൻ കളർ പൂർണ്ണമായും ഇല്ലാതെ ആക്കുക. ഇമേജ് ഫോൾഡറിൽ നിന്നും ആദ്യ പ്രോജക്റ്റിൽ ഉപയോഗിച്ച ഇമേജ് തന്നെ വീണ്ടും ഓപ്പൺ ചെയ്യുക. ഈ ഇമേജ് റൈറ്റ് സൈഡിലെ മാസ്കിന് മുകളിലായി വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഇമേജ് മാസ്കിനുള്ളിലായി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഈ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ലെഫ്റ്റ് സൈഡിലെ മാസ്കിന് മുകളിലായി കൊണ്ടുവന്ന് വെക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. ഈ ഹൊറിസോണ്ടൽ ഫ്ലിപ്പ് സെലക്ട് ചെയ്യുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. റൈറ്റ് സൈഡിലെ ഇമേജിന് അനുസൃതമായി തന്നെ ഈ ലെയറും സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. ടൈം ലൈനിലെ എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഒരുപോലെ തന്നെ ആക്കി വെക്കുക. ലെയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റിക്കർ സെലക്ട് ചെയ്യുക. മെസ്മറൈസിംഗ് സെലക്ട് ചെയ്യുക. ഈ സ്റ്റിക്കർ ഡൗൺലോഡ് ചെയ്യുന്നതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഇവിടെ നമുക്ക് ഈ ഓവർലേ സെലക്ട് ചെയ്യാം. സ്ക്രീനിൽ നിന്നും ഈ സ്റ്റിക്കർ സ്ക്രീനിന് താഴെയായി കൊണ്ടുവന്ന് ഇതുപോലെ വെക്കുക.
പ്രോപ്പർട്ടീസ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ലവ് കോഡ്സ് എൻ്റർ ചെയ്യുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മറ്റുള്ള ലെയറുകൾക്ക് സമമായി വെക്കുക. കർസർ ഈ ലെയറിന്റെ ഏകദേശം മധ്യഭാഗത്തായി വെച്ചുകൊണ്ട് ട്രിം ഓർ സ്പ്ലിറ്റ് സെലക്ട് ചെയ്യുക. സ്പ്ലിറ്റ് കൊടുക്കുക. ലെയറിന്റെ രണ്ടാമത്തെ പോർഷനിൽ ക്ലിക്ക് ചെയ്യുക. പ്രോപ്പർട്ടീസ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിലവിലുള്ള ഈ കോഡ്സ് ഡിലീറ്റ് ചെയ്ത് പുതിയ ഒരു കോഡ്സ് ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ്. വീഡിയോയ്ക്ക് വേണ്ട ഒരു ബോർഡർ ലൈൻ സെലക്ട് ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മറ്റുള്ള ലെയറുകൾക്ക് സമമായി വെക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലെ എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഒരുപോലെ തന്നെ ആക്കി വെക്കുക. ടൈം ലൈനിന്റെ മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. Feels like love, Cupid made a shot straight into my heart. Now I'm falling fast in my world.